എല്ലാവർക്കും വീണ്ടും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ മെഡി സൈൻ വേവ് ഇൻവെർട്ടറിൻ്റെ മെയിൻസ് ലൈൻ ഹൈ കട്ട് അല്ലെങ്കിൽ ലോ കട്ട് എങ്ങനെ പ്രവർത്തിക്കുന്നു എന്നതിനെ കുറിച്ചിട്ടുള്ള ഒരു ചെറിയ വീഡിയോയാണ്. എല്ലാവരും അവസാനം വരെ കാണണമെന്ന് അഭ്യർത്ഥിക്കുന്നു. അപ്പോൾ നമ്മളിവിടെ ഒരു മെഡിയുടെ ബോർഡാണ് ഈ വെച്ചിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഡിസ്പ്ലേ ഇപ്പുറത്തുണ്ട്. അപ്പോൾ ഇതിൽ നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇതിൻ്റെ സെറ്റിങ്സിൽ നമുക്ക് ചെയ്യാൻ സാധിക്കാത്ത ഒരു ഓപ്ഷനാണ് ഇൻവെർട്ടർ ഹൈ കട്ട്, ഇൻവെർട്ടർ ലോ കട്ട്, അല്ലെങ്കിൽ UPS ലോ കട്ട് ഇല്ലെങ്കിൽ UPS ഹൈ കട്ട്. ഇത് രണ്ടും ഡിഫോൾട്ടായിട്ട് ഇതിൽ സെറ്റ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ഇൻവെർട്ടർ മോഡിൽ ഇൻവെർട്ടറിൻ്റെ ലോ കട്ട്, അതായത് മെയിൻസ് ലൈൻ ലോ ആകുമ്പോൾ ഇത് ഷിഫ്റ്റ് ആയിട്ട് ഇൻവെർട്ടർ മോഡിലോട്ട് പോകുന്നു. അപ്പോൾ ആ ഒരു പ്രവർത്തനത്തിനായിട്ട് നമ്മളിവിടെ ഇൻവെർട്ടറിൻ്റെ സ്വിച്ച് ഓൺ ചെയ്തിടുക. അപ്പോൾ അതിന് നമുക്കറിയുന്നതിന് വേണ്ടി നമ്മളിവിടെ 2 ബൾബുകളാണ് വെച്ചിരിക്കുന്നത്. അപ്പോൾ ഈ സ്വിച്ച് ഓൺ ചെയ്തിടുമ്പോൾ നമുക്ക് നോർമലി ഇൻവെർട്ടർ വർക്ക് ചെയ്യും. മെയിൻസ് വന്നു കഴിഞ്ഞിട്ട് മെയിൻസ് ലോ ആകുമ്പോൾ ഏകദേശം 100 വോൾട്ടിൽ താഴോട്ട് പോകുമ്പോൾ ഈ ഇൻവെർട്ടർ ഷിഫ്റ്റ് ആയിട്ട് ഇൻവെർട്ടർ മോഡിലോട്ട് പോകുന്നു. അതായത് മെയിൻസ് അവിടെ വോൾട്ടേജ് കുറഞ്ഞ മോഡിൽ അവിടെ കാണിക്കുകയും ഇൻവെർട്ടറിൻ്റെ ഔട്ട്പുട്ട് നമുക്ക് തരികയും ചെയ്യുന്നു. അതാണ് ലോ കട്ട്. ഇനി ഹൈ കട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻവെർട്ടറിൻ്റെ മെയിൻസ് വോൾട്ട് ഹൈ ആകുമ്പോൾ ഏകദേശം 290 വോൾട്ട് ആകുമ്പോൾ ഈ ഇൻവെർട്ടർ മെയിൻസ് കട്ട് ചെയ്തിട്ട് ഇൻവെർട്ടർ മോഡിലോട്ട് പോകുന്നു. അതാണ് ഇൻവെർട്ടർ ഹൈ കട്ട്. അപ്പോൾ ഏകദേശം നിങ്ങൾക്ക് ഇതിൻ്റെ കാര്യങ്ങൾ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനിയിപ്പോൾ നമ്മളിത് ചെയ്യാൻ പോകുന്നത് ഇൻവെർട്ടറിൻ്റെ ലോ കട്ടും ഹൈ കട്ടും വേരിയാക്ക് വഴിയാണ് നമ്മൾ ഇതിൻ്റെ വോൾട്ടേജ് കൺട്രോൾ ചെയ്യുന്നത്. എന്നിരുന്നാലും നമുക്ക് ഹൈ വോൾട്ടേജ് കിട്ടുന്നതിന് വേണ്ടി ഇവിടെ ഒരു ട്രാൻസ്ഫോമറാണ് ഈ വെച്ചിരിക്കുന്നത്. ഈ ഒരു ട്രാൻസ്ഫോമർ 300 വോൾട്ട് വരെ ഔട്ട്പുട്ട് കിട്ടുന്നതാണ്. അപ്പോൾ ഈ ഒരു ട്രാൻസ്ഫോമറിൻ്റെ വോൾട്ടേജ് അറിയുന്നതിന് വേണ്ടി ഇവിടെ ഒരു ഡിജിറ്റൽ മീറ്ററാണ് വെച്ചിരിക്കുന്നത്. AC വോൾട്ടാണ്. അപ്പോൾ നമുക്ക് വോൾട്ടേജ് വേരിയേഷൻ വരുന്നത് ഇവിടെ കാണാം. അപ്പോൾ ലോ ആവുന്നതും കാണാം, ഹൈ ആവുന്നതും കാണാം. അപ്പോൾ ഹൈ ആവുമ്പോഴും ലോ ആവുമ്പോഴും ഈ ബൾബുകൾ ഷിഫ്റ്റ് ആയിട്ട് ബ്രൈറ്റ് ആവുന്നു, അല്ലെങ്കിൽ ഹൈ ആവുമ്പോൾ ഈ ബൾബ് ഷിഫ്റ്റ് ആയിട്ട് ഇൻവെർട്ടർ മോഡിലോട്ട് മാറുന്നു. അപ്പോൾ ആ ഒരു പ്രവർത്തനം ചെറിയൊരു സ്വിച്ചിങ് ആണ്. അതായത് ഈ പ്രോഗ്രാം വഴി സ്വിച്ച് ചെയ്ത് റിലേ കോണ്ടാക്റ്റ് പിടിച്ചിട്ടാണ് ഇത് ഷിഫ്റ്റ് ആയിട്ട് ഇൻവെർട്ടർ മോഡിലോട്ട് പോകുന്നത്. അപ്പോൾ നമുക്ക് ഇനി ഈ ഇൻവെർട്ടർ ഒന്ന് ഓൺ ചെയ്ത് നോക്കാം. ഇപ്പോൾ ഇൻവെർട്ടർ ഞാനിവിടെ ഓൺ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാനിവിടെ 2 100 വാട്ടിൻ്റെ ബൾബാണ് കൊടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് ഈ സ്വിച്ച് ഒന്ന് ഓഫ് ചെയ്തിട്ട് മെയിൻസ് ഒന്ന് ഓൺ ചെയ്ത് നോക്കാം. ഞാനിവിടെ മെയിൻസ് ഒന്ന് ഓൺ ചെയ്യുകയാണ്. മെയിൻസ് ഓൺ ചെയ്യുമ്പോൾ വേരിയാക്ക് വഴി ആയതുകൊണ്ട് ഇവിടെ വോൾട്ടേജ് കുറഞ്ഞ് കൂടി വരുന്നത് കാണാം. ഇപ്പോൾ ഇവിടെ വോൾട്ടേജ് കാണുന്നത് 32 വോൾട്ടാണ് മെയിൻസ് വോൾട്ട്. അപ്പോൾ ഈ ഒരു വോൾട്ടേജിൽ നമ്മുടെ മെയിൻസ് ലൈൻ ഇവിടെ കാണുന്നതല്ല. അപ്പോൾ വോൾട്ടേജ് കൂടുന്നതനുസരിച്ച് ഈ ബൾബിൻ്റെ ഫിലമെൻ്റ് തെളിഞ്ഞു വരുന്നത് കാണാം. ഏകദേശം 230 വോൾട്ടാണ് ഇവിടെ നമ്മളിപ്പോൾ മെയിൻസ് ലൈൻ കൊടുത്തിരിക്കുന്നത്. ഏകദേശം നമുക്ക് ഇവിടെ നോർമലി കിട്ടുന്ന ഒരു വോൾട്ടേജ് ആണ്. ഇനിയിപ്പോൾ നമ്മളിവിടെ ഇൻവെർട്ടറിൻ്റെ സ്വിച്ച് ഓൺ ചെയ്യുകയാണ്. ഇൻവെർട്ടർ സ്വിച്ച് ഓൺ ചെയ്യുമ്പോൾ ഒരു സിസ്റ്റം റെഡി. എന്നാൽ നമ്മുടെ മെയിൻസ് ലൈൻ ഉള്ളത് കൊണ്ട് നോർമലി നമുക്ക് ഇൻവെർട്ടർ ഓൺ ആവുന്നില്ല. ഇനി നമുക്ക് ഇതിൻ്റെ വോൾട്ടേജ് ഒന്ന് ഡൗൺ ചെയ്യാം. ഇപ്പോൾ 100 വോൾട്ടിൽ താഴോട്ട് പോയപ്പോൾ മെയിൻസ് ലൈൻ കട്ടാക്കിയിട്ട് ഇൻവെർട്ടർ സ്റ്റാർട്ട് ചെയ്തു. അതാണ് ലോ കട്ട്. ഇപ്പോൾ ഇവിടെ 91.8 വോൾട്ടാണ്, 100 വോൾട്ടിൽ താഴെയാണ്. ഇപ്പോൾ ഇവിടെ മെയിൻസ് ഔട്ട് കാണിക്കുന്നുണ്ട്, ലോഡ് കാണിക്കുന്നുണ്ട്, സിസ്റ്റം ഓൺ കാണിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇപ്പോൾ ഇവിടെ വർക്ക് ചെയ്യുന്നത് ഇൻവെർട്ടർ മോഡിലാണ്. ഇനി നമ്മൾ ഈ ഇൻവെർട്ടർ മോഡ് ഹൈ കട്ടിലോട്ടൊന്ന് കൊണ്ടുപോവുകയാണ്. അപ്പോൾ ഇവിടെ 100 വോൾട്ടിന് മേലിലോട്ട് വരുമ്പോൾ ഇത് ഷിഫ്റ്റ് ആയിട്ട് മെയിൻസിലോട്ട് തന്നെ പോകുന്നു. ഇപ്പോൾ ഷിഫ്റ്റ് ആയിട്ട് മെയിൻസ് ലൈനിലാണ് പോകുന്നത്. ഇപ്പോൾ ഇനി ഇവിടെ AC ഔട്ട് കാണിക്കുന്നതല്ല, AC ഇന്നാണ് കാണിക്കുന്നത്. 212 വോൾട്ടാണ് കാണിക്കുന്നത്. ഇനി നമുക്ക് ഇതിൻ്റെ ഹൈ കട്ട് ഒന്ന് നോക്കാം. ഇവിടെ ഞാൻ വോൾട്ടേജ് കൂട്ടുകയാണ്. ഏകദേശം 300 വോൾട്ട് ആയപ്പോൾ ഇവിടെ ഇൻവെർട്ടർ മോഡിലോട്ട് പോയി. ഇവിടെ AC ഇവിടെ ഇന്നും 301 വോൾട്ട് കാണിക്കുന്നുണ്ട്. ഇവിടെ 301 തന്നെയാണ്. AC ഔട്ട് ഇവിടെ 219 കാണിക്കുന്നുണ്ട്. ലോഡ് 57 വാട്ടാണ് കാണിക്കുന്നത്. അപ്പോൾ ഇത് കാലിബ്രേറ്റ് ചെയ്യാത്തതുകൊണ്ടാണ് ലോഡൊന്നും കറക്റ്റ് ആകാത്തത്. അപ്പോൾ ഏകദേശം നിങ്ങൾക്ക് ഇതിൻ്റെ മെയിൻസ് ഹൈ കട്ടും ലോ കട്ടും നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇപ്പോൾ ഞാനിവിടെ മെയിൻസ് ലൈനിൽ നോർമൽ ആക്കിയിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയാണ് ഈ ബോർഡിൻ്റെ ഒരു പ്രൊട്ടക്ഷൻ എന്ന നിലയിൽ മെയിൻസ് ലൈൻ ഹൈ ആവുമ്പോഴും ലോ ആവുമ്പോഴും നമ്മളെ മൈക്രോ കൺട്രോളർ നിയന്ത്രിക്കുന്നത്. അതായത് ഈ ടെക്നോളജി
കൺട്രോൾ ചെയ്ത് ഈ ഇൻവെർട്ടർ സേഫ് ആക്കി നിർത്തുന്നു. ഇൻവെർട്ടറിന് ഒരു തരത്തിലും ഡാമേജ് വരികയോ സ്പെയർ പാർട്സുകൾ കേടായി പോവുകയോ ചെയ്യുന്നില്ല. അതാണ് ഈ ഒരു ടെക്നോളജിയുടെ പ്രത്യേകത. എല്ലാവർക്കും എൻ്റെ വിഷു ആശംസകൾ നേർന്നുകൊള്ളുന്നു. ഇത്രയും നേരം ഈ വീഡിയോ കണ്ടിരുന്ന നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ നന്ദി. വീണ്ടും മറ്റൊരു വ്യത്യസ്തമായിട്ടുള്ള ടെക്നിക്കൽ വീഡിയോയുമായി വരുന്നവരെ നിങ്ങൾക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി എൻ്റെ നന്ദി. നമസ്കാരം.